ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇപ്പോൾ നമ്മളുള്ളത് ദുബായിലെ എക്സ്പോ 2020 അപ്പോൾ ഞങ്ങൾ കാറിലാണ് വന്നത്. കാറ് പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ നമുക്ക് ഈ എക്സ്പോ സെൻറ്ററിലേക്ക്. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട്, ഫ്രീ ആണ്. എപ്പോഴും ഒരു ബസ് പോയി കഴിഞ്ഞാൽ അടുത്ത ബസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇറങ്ങിയ സ്ഥലത്ത് തന്നെ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ കാണാം. കണ്ടതിന് ഭംഗിയാന്ന് നോക്കിയേ. ഏകദേശം 192 രാജ്യങ്ങൾ ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇവിടെ ദുബായിലെ വേൾഡ് എക്സ്പോ 2020 ഇവിടെ മെയിനായിട്ട് 3 ഏരിയാസാണുള്ളത്. സസ്റ്റൈനബിലിറ്റി പാർക്കിംഗ്, പിന്നെ ഓപ്പർച്യൂണിറ്റി പാർക്കിംഗ്, ദെൻ മൊബിലിറ്റി പാർക്കിംഗ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് സസ്റ്റൈനബിലിറ്റി പാർക്കിങ്ങിലാണ്. അപ്പോൾ നമുക്ക് പോകാം, വാ. നമ്മൾ എക്സ്പോയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് റോബോട്ട്സുകൾ കാണാം, അതായത് എക്സ്പോ റോബോട്ടുകൾ. നമുക്ക് മക്കൾക്ക് ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ടിക്കറ്റ്സും അതുപോലെ തന്നെ വാക്സിനേഷൻ കാർഡുകളും നമുക്ക് കാണിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോകുന്ന പോലെ തന്നെയാണ് ചെക്കിങ്ങുകളും സ്കാനും ഒക്കെ ഉണ്ട്. വീക്കെൻഡൊന്നുമല്ല, എന്നിട്ടും നല്ല റഷാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് വീക്കെൻഡിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഫ്രൈഡേയും സാറ്റർഡേ ഒക്കെ ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, അടുക്കാനേ പറ്റില്ല. ഇവിടെ നമുക്ക് മെയിനായിട്ട് 2 കാര്യങ്ങളാണ് കാണിക്കേണ്ടത്, വാക്സിനേഷൻ കാർഡും അതുപോലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു കോഡ്, അതായത് ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഒരു കോഡ് ഉണ്ട്, അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇപ്പം ഞങ്ങൾ എടുത്തേക്കുന്നത് ഒക്ടോബർ പാസ്സാണ്. അതായത് ഒക്ടോബർ പാസ് എന്ന് പറയുന്നത് 95 ദിറംസാണ് പെർ പേഴ്സൺ അവർ ഈടാക്കുന്നത്. അത് നമുക്ക് ഈ ഒരു മാസം ഫുള്ള് പോകാം, എല്ലാ ദിവസവും വേണമെങ്കിൽ എല്ലാ ദിവസവും പോകാം. അതാണ് ഈ ഒക്ടോബർ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. ഇനിയുള്ളത് വാക്സിനേഷൻ കാർഡാണ്. വാക്സിനേഷൻ കാർഡ് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ PCR ടെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ വാക്സിനേറ്റഡ് ആയതുകൊണ്ട് പിന്നെ PCR ടെസ്റ്റ് ആവശ്യമില്ല, കാർഡ് കാണിച്ചു കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ ബഗേജൊക്കെ വെക്കണം, അവിടെ സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു തരും. നമ്മൾ എയർപോർട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ മൊബൈലിവിടെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ പാസ് ഇവിടെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. 2 സൈഡ് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, വാ. ഇവിടെ നമുക്കിപ്പോൾ ഷട്ടിൽ അവൈലബിൾ ആണ്, പക്ഷെ അത് മെയിനായിട്ടുള്ളത് VIPസിനാണ് മെയിനായിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാവർക്കും ഷട്ടിൽ യൂസ് ചെയ്യാമെന്നാണ് അവർ പറയണേ. പക്ഷെ അതിന് കുറച്ച് തിരക്കുണ്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കാരണം ഞാൻ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവാണേ. ഇപ്പോൾ നമ്മളുള്ളത് സ്ലൊവേനിയയിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫസ്റ്റ് പവലിയനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലൊവേനിയയുടെ എൻട്രൻസിലാണ്. അപ്പോൾ ഇവിടെ ഓരോ പവലിയനിലും അവർ കാണിക്കുന്നത് അവരുടെ ഹിസ്റ്ററിയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ അവർ മുൻപുള്ള കാലങ്ങൾ എങ്ങനെയായിരുന്നു, അതൊക്കെയാണ് അവർ ഓരോ പവലിയനിലും കാണിക്കുന്നത്, നമ്മളെ കാണിച്ചു തരാണ് അവർ. ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവിടെ നമുക്ക് പാസ്പോർട്ട് കിട്ടും. ഈ പാസ്പോർട്ടിൽ ഓരോ പവലിയനിൽ കയറുമ്പോൾ അവർ സ്റ്റാമ്പ് അടിച്ച് തരും. അപ്പോൾ അത് നമുക്കൊരു ജസ്റ്റ് ഒരു ഓർമ്മയാണ്. ഈ എക്സ്പോ 2020 പങ്കെടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഓർമ്മ നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പാസ്പോർട്ട് വാങ്ങിയിട്ട് സ്ലൊവേനിയയിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്പോർട്ട് വാങ്ങാൻ പോവാണേ, വാ. അപ്പോൾ ഇതാണ് പാസ്പോർട്ട്. അപ്പോൾ നമ്മൾ ഓരോ പവലിയൻസിൽ കയറുമ്പോഴും നമുക്കിത് സ്റ്റാമ്പ് ചെയ്ത് തരും അവർ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഓർമ്മയ്ക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലൊവേനിയയിൽ കയറിയിട്ട് വരാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അവിടെയാണ് കേട്ടോ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കയറാറായി, ഞങ്ങൾ എൻ്റർ ചെയ്യണേ. Welcome to the underground labyrinth of one of the most visited karst caves in Europe. To see this unique cave, we take the underground train on the only double-track cave railway in the world that has been transporting tourists for more than 400 years. Over millions of years, water droplets, limestone, and cave animals have created a true underground paradise. നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്.
അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള അവരുടെ ഹിസ്റ്ററി ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കയറുകയാണ്. സ്റ്റെയർ കയറി ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് പൗലീൻ ആയതുകൊണ്ട് മക്കളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. ഒത്തിരി നടക്കാനുണ്ട്. ഇത് ഏകദേശം 2500 ഏക്കറോളം ഉണ്ട്. എക്സ്പോ 2020 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുകളിലുള്ള എൻട്രൻസിലെത്തി. ഇതാണ് ഇവിടെ. ഇതും അവരുടെ ഹിസ്റ്ററി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. Our language has this rare grammatical feature, dual, like a radio, you know? Why does it matter? Because it takes two of us to fuel historic human amazement about flying and the first Slovenes to reach for the sky. They took off in a plane of their own construction a mere 6 years after the famous Red Rocket. Slovenia is now shaping the future of flying with environmentally friendly. സ്ലൊവേനിയ കണ്ടിട്ട് ഇറങ്ങി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പാസ്പോർട്ടിൽ സീൽ വാങ്ങണം. അതാണ് നമുക്ക് മെയിനായിട്ടുള്ളത് ഇനി. അപ്പോൾ നമുക്ക് സീൽ വാങ്ങിയിട്ട് വരാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീൽ കിട്ടി. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ പോകുന്ന സൈഡിലൊക്കെ റോബോട്ടുകൾ കാണാം. അതുകൊണ്ട് പിള്ളേരൊക്കെ അങ്ങോട്ട് ആകർഷിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും ഈ റോബോട്ട്സുകളും. അതുപോലെ തന്നെ സെക്യൂരിറ്റി റോബോട്ടുകളുണ്ട്. സെക്യൂരിറ്റി റോബോട്ടുകളും നമുക്ക് ഇടയ്ക്ക് കാണാം. അപ്പോൾ പിള്ളേരൊക്കെ റോബോട്ടുകളെ കാണുമ്പോൾ ആ സൈഡിലേക്ക് അങ്ങ് പോകും. വാ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇതുപോലെ റോബോട്ട്സുകളെ. അപ്പോൾ നമ്മൾ ആകെ കൂടി ഒരു പവലിയനിൽ കയറിയിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് കയറാനുള്ളത് ലിത്വാനിയാണ്. ലിത്വാനിയയിലേക്ക് ഒന്ന് കയറിയിട്ട് വരാം. എന്താ നോക്കാം നമുക്കവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി സീല് വാങ്ങാൻ പോവാണ് പാസ്പോർട്ടിലെ. അപ്പം നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് മേടിച്ചു. ഇനി അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് കയറാനേ. Try to get it. Not today, yes. Tomorrow, ഇതിൻ്റെയൊക്കെ പ്രൈസ് കണ്ടോ, 680 ദിർഹംസാണ്. അതുപോലെ തന്നെ ഈ ഒരു ബൗളിന് അവർ പറയുന്നത് 340 ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടെല്ലാം. ഇത് 900 ദിർഹംസാണ് കേട്ടോ. അത് ഈ ഒരു നല്ല ഭംഗിയുണ്ട്. സ്റ്റോണാണ് അവരുടെ പ്രത്യേക തരം, നല്ല വിലയുള്ള സ്റ്റോണാന്ന് തോന്നുന്നു. ഇതിന് 200 ദിർഹംസാണ്. അതുപോലെ തന്നെ ഉണ്ടോ, ഇത് സെയിം തന്നെയാണ്. അത് ഇത് ചെറുത് വാങ്ങുവാണെങ്കിൽ ഇതിനൊരു 40 ദിർഹംസ്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ഒരു പ്രത്യേക തരം സ്റ്റോൺ കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് അവർ വെക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മൾ പ്ലേറ്റ്സുകളായാലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബൗളുകളായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മളുള്ളത് നെക്സ്റ്റ് പൗലിയനിലാണ്. അവിടെയാണ് നമ്മൾ ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ പോലെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മരങ്ങളൊക്കെ പോലെ. ഇതിലേക്ക് കയറുമ്പോൾ തന്നെ ശരിക്കും പക്ഷികളുടെയും അതൊക്കെ ഒരു സൗണ്ടൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും ഫോറസ്റ്റിലേക്ക് കയറുന്ന ഒരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. എല്ലായിടത്തും അവർ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. ഗ്ലാസ്
ഇവിടെ നിന്നും സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പവലിയനിൽ കയറാം. ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് ബ്രസീലാണ്. ബ്രസീലിൽ നമ്മൾ അവർ സെറ്റ് ചെയ്തേക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, നമുക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ടാണ് അവരുടെ ഹിസ്റ്ററി ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് അവരുടെ ഹിസ്റ്ററിയും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കി 2 പവലിയനിൽ കയറിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അവർക്ക്. പക്ഷെ ഇവിടെ ഓക്കെയാണ്, അവർക്ക് ഒത്തിരി എൻജോയ് ചെയ്യാം. അപ്പോൾ ഞങ്ങളും വെള്ളത്തിലേക്ക് പതുക്കെ ഇറങ്ങി. അവരിതൊരു ബീച്ച് പോലെ സെറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി പ്ലേസ്. ഇപ്പം എല്ലാ പവലിയനിൽ പോയിട്ടും ഇതുപോലെ അവർക്ക് ഇഷ്ടമായില്ല. പക്ഷെ ഇവിടെ അവർ ഓക്കെയാണ്. കാരണം ശരിക്കും ബീച്ച് തന്നെ, ചെറിയൊരു ബീച്ച് പോലെ സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ സ്റ്റാമ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. ഇത്രയും നമ്മൾ പവലിയനിൽ കണ്ടിട്ടും ഇത് സെക്യൂരിറ്റി റോബോട്ടാണ്. ക്യൂവിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താണെന്നൊന്നും വലിയ പിടിയൊന്നുമില്ല. നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് ഇതിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറാം. അപ്പോൾ നമുക്ക് ഇതിൽ കയറണമെങ്കിൽ അവർ 30 dirhams per head ആണ്. ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കാട്ടോ. അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒത്തിരി സമയമായി. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആയി. ഞങ്ങൾ അധികം പവലിയൻസിലൊന്നും കയറിയില്ല. കാരണം ഇപ്പം തന്നെ ഏകദേശം 9:30 ആയി. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് 2 പാർക്കാണുള്ളത്. അൽ ഫർസൺ പാർക്കും അതുപോലെ തന്നെ ജൂബിലി പാർക്കും. ഇപ്പം ഞങ്ങളുള്ളത് ജൂബിലി പാർക്കിലാണ്. പിന്നെ എക്സ്പോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2020 അതായത് 2020 ആണല്ലോ എക്സ്പോ. 2020 എന്നാണ്. അപ്പോൾ ഇത് 2020 ഇത് ശരിക്കും പ്ലാൻ ചെയ്തത്. അതായത് 20th October 2020 to 10th April 2021 ഇതുവരെയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മുടെ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് അത് പോസ്റ്റ്പോണ്ട് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് October 1st 2021 to 31st March വരെയാണ്. ഏകദേശം 6 months. പിന്നെ ഇത് നടക്കുന്നത് ദുബായ് എക്സിബിഷൻ സെൻറ്ററിലാണ് കേട്ടോ.
അതായത് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 192 രാജ്യങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷനൊക്കെ അതായത് ഒക്ടോബർ 1 ഓപ്പണിംഗ് സെറിമണി ഭയങ്കര ഗ്രാൻഡായിട്ടാണ് നടന്നേക്കണേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എക്സ്പോനെ കുറിച്ച് പറയാനുള്ളത്. ഓരോ രാജ്യങ്ങളും അവർ നേടിയെടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഹിസ്റ്ററികളും അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. അവരുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഉപകരിക്കുന്ന ഒരു വേദി അതായിട്ടാണ് എല്ലാവരും കാണുന്നത്. എന്തായാലും നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. പിന്നെന്താ, ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കണ്ടു തീരില്ല. കാരണം ഏകദേശം 2500 ഏക്കറോളം ഉണ്ട് നമ്മൾ ഈ എക്സ്പോ 2020 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ കണ്ടു തീർക്കാൻ പറ്റില്ല മുഴുവനായിട്ട്. എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്നും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.